സിനിമ കാണുക എന്നുള്ളതാണ്. മലയാളത്തിൽ അങ്ങനൊരു കഥ ഉണ്ടായിട്ടുണ്ടാവില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എൻ്റെ കഥയിൽ പ്രത്യേകതയുണ്ട്, അഭിനയത്തിൽ മാത്രം പ്രത്യേകതയൊന്നുമില്ല. സത്യേട്ടനൊക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധവും പിന്നെ അദ്ദേഹം ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒക്കെ ഉണ്ടല്ലോ, അത് അവരെയും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യും. പഴയ സിനിമകളുടെ ബലത്തിൽ തന്നെയാണ് ഒരു ആക്ടർ, അതായത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ആ സമയത്ത് അത്തരം സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു രസീത്, മുഹമ്മദ് കുട്ടി, വിശാഖ നക്ഷത്രം, ഉഷപൂജ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊരു സങ്കടം വരുമ്പോൾ അതിൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്ത് വരുന്നു, വീണ്ടും മലയാള സിനിമയിലേക്ക് ഒരുപക്ഷെ എൻ്റെ കൂടെ ആയിരിക്കും ആദ്യം അഭിനയിക്കുന്നത്. വിസ്മയ, അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്നുണ്ട്, എനിക്കൊന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നതായിരിക്കാം. ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് പാടില്ലെന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. നമസ്തേ. മുഖവരയില്ല, ഹൃദയപൂർവ്വം മോഹൻലാൽ. നമസ്തേ ലാലേട്ടൻ. നമസ്തേ. നമസ്തേ. കഴിഞ്ഞ ഓണത്തിന് കണ്ടു, ഇപ്പോൾ കാണുന്നു. കഴിഞ്ഞ ഓണത്തിന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് പോകാം. അതിനു മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു രസീത്, മുഹമ്മദ് കുട്ടി, വിശാഖ നക്ഷത്രം, ഉഷപൂജ. അദ്ദേഹത്തെ വിളിച്ചിരുന്നു? സംസാരിച്ചിരുന്നു. ഒന്ന് അഭിനന്ദിക്കാൻ ഞാൻ ആളൊന്നും അറിയില്ല. കാര്യം ആരും ഒന്നും പറഞ്ഞില്ല, ലാലേട്ടൻ പുറത്ത് പറഞ്ഞില്ല, പക്ഷെ അത് പുറത്ത് വന്നു. മമ്മൂട്ടിക്കായി വഴിപാട് കഴിച്ച മോഹൻലാൽ ഇപ്പോൾ ആ ചിത്രം പങ്കുവെച്ചപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണവും വന്നു, ഹൃദയം കൊണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഹൃദയബന്ധം അങ്ങനെയല്ല, എത്രയോ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരാളാണ് ഞാനും. അതാണ്. പക്ഷേ ഒരുപാട് വർഷത്തെ പരിചയം, ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊരു സങ്കടം വരുമ്പോൾ അതിൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. ദുഃഖം കൊണ്ട് കാര്യമില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിനിറ്റ് പ്രേ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അത്രയേ ഉള്ളൂ. അത് അറിയാതെ ചെയ്ത ഒരു കാര്യമാണ്, ആരും അറിയരുതെന്ന് എഴുതി. അപ്പോൾ അത് വന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, അതൊക്കെ വിട്ടേക്കും. പക്ഷെ എന്തായാലും ഒരുപാട് പേരുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്ത് വരുന്നു, വീണ്ടും മലയാള സിനിമയിലേക്ക് ഒരുപക്ഷെ എൻ്റെ കൂടെ ആയിരിക്കും ആദ്യം അഭിനയിക്കുന്നത്. മറ്റേത് ഡബ്ബിങ്ങിലേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു സിനിമ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ഈശ്വര നിയോഗം, അതൊരു ഈശ്വരൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളൊരാളാണ് ഞാനും, അത്രയേ ഉള്ളൂ. ഹൃദയപൂർവ്വം ഏറ്റവും വലിയ വിശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ. സത്യേട്ടൻ്റെ ഒരു സാധാരണ സിനിമകൾ, സത്യനന്ദിക്കാട് സിനിമകൾ എന്ന് പറയുമ്പം അതിനൊരു ഒരു കാലിക പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ അതിനെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ടുള്ള സിനിമയായിരിക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടെ കൂടുതൽ ഒരു ഫാമിലി, പറഞ്ഞ പോലെ ഒരു ഡ്രാമയാണ്, ഇമോഷൻസാണ്. മലയാളത്തിൽ അങ്ങനൊരു കഥ ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കഥകളും അങ്ങനെയാണ്. പക്ഷെ അതങ്ങനെ ഒരു കഥാപാത്രം ആദ്യമായിട്ട് ഒരാളായിരിക്കും ഒരു നായക കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ അതിൽ പ്രവർത്തിച്ചിരിക്കുന്നവരൊക്കെ പുതിയ ആൾക്കാരാണ്. പുതിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമയിലുണ്ട്. സത്യേട്ടനായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ മ്യൂസിക് ആയാലും അതിൽ അഭിനയിച്ചിരിക്കുന്ന നായികയായാലും എൻ്റെ കൂടെ അഭിനയിച്ച സംഗീതം, ഒരുപാട് പേര്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ആ സിനിമയ്ക്കുണ്ട്. അതിൻ്റെ ക്യാമറാമാൻ പുതിയ ആളാണ്. പുതിയതെന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ ഒന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. പിന്നെ സത്യേട്ടൻ്റെ സിനിമകൾ കൂടുതൽ കേരളത്തിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് ഒരുപാട് ഷൂട്ടിംഗ് പൂനെയിലായിരുന്നു. എല്ലാം കൊണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കൂടുതലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഫാമിലിയുടെ കഥയാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനൊക്കെ വളരെയധികം സത്യേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഞങ്ങളിരുന്ന് വർത്തമാനം പറയുമ്പോഴൊക്കെ നമുക്കും ഒരു വർക്ക് ചെയ്യാൻ ഭയങ്കര എന്തൂസിയാസമുള്ള സിനിമയായിരുന്നു. പക്ഷെ അത് തീർച്ചയായിട്ടും സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സിങ്ക് സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സിങ്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ആ സിനിമയ്ക്ക് ഉണ്ടാവും.
നമ്മൾ സിങ്ക് സൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് അഭിനയിക്കും, കോഷ്യസ് ആവും. എൻ്റെ രീതിയിൽ കോഷ്യസ് ആയിട്ട് അഭിനയിക്കും, വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ഡയലോഗ് ഡെലിവറി എല്ലാം കുറച്ചുകൂടെ ഇതായിരിക്കും. മറ്റേത് നമുക്ക് ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പക്ഷേ ഇത് തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഈവൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ശ്വാസം പോലും ചിലപ്പോൾ അതിൽ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ എല്ലാ സിനിമയ്ക്കും അത് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമയ്ക്കൊക്കെ ഓക്കെ ആയിരുന്നു. ഇതേക്കുറിച്ച് സത്യേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ ഞാൻ വായിച്ചാണ്. ഒന്ന്, മോഹൻലാലിനെ ഒരു സീൻ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞ് വന്നിരുന്നത് ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ അതിശയപ്പെടുന്നു. പിന്നൊന്ന്, ഡയലോഗിലാണ് എന്നല്ല, ഡയലോഗിൽ മാത്രമല്ല, ഡയലോഗിൻ്റെ ഇടയ്ക്കുള്ള സൈലൻസ് പോലും പ്രധാനം. പിന്നെ അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞതാണ്, വരുന്ന ഒരു അക്ഷരത്തെറ്റോ ഈ പറയുന്ന കൂട്ടത്തിലുള്ള ഒരു സാധാരണ മിസ്റ്റേക്കോ പോലും വളരെ സ്വാഭാവികമാകുന്നു എന്നാണ് സത്യേട്ടൻ ഇതേക്കുറിച്ച് തന്നെയുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. സത്യേട്ടൻ സിനിമ ഇപ്പോൾ വരുന്നു. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചപ്പോൾ മക്കളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അനൂപ് സത്യനും അഖിൽ സത്യനും ഒപ്പം കൂടുകയാണ് അല്ലേ? നേരത്തെ കഴിഞ്ഞ സിനിമയിലും അവരുണ്ടായിരുന്നു. ഇതിലുണ്ട്. മറ്റൊന്ന്, സത്യേട്ടൻ പറയുമ്പോൾ ടി.പി. ബാലഗോപാലൻ എം.എ. അങ്ങേക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമ, അതിൻ്റെ ജൂറി ചെയർമാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വായിച്ചെടുത്തതാണ്. അശോക് കുമാർ അധികാരി. ഹൗ ക്യാൻ an actor be so human? He said the purity of his acting stunned me. This is revolution. ഇതാണ് അന്ന് അശോക് കുമാർ പറഞ്ഞത്. ആ വാക്കുകൾ ഓർമ്മയുണ്ടോ? അതുണ്ടാക്കിയ ഒരു ഫീൽ. അല്ല, അത് കൂടുതൽ ആ കഥാപാത്രവും കൂടെ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ കഥാപാത്രമായിട്ട് ആക്ടർ മാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തിന് പരിചയമുണ്ട്, അദ്ദേഹത്തിനെ കാണാനായിട്ട് പോയെന്ന് കാണാൻ പറ്റിയില്ല. അല്ലാതെ എൻ്റെ ഫാദറിലായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു, അതുകൊണ്ട് കിട്ടിയെന്നല്ല പറയുന്നത്. അതിനുശേഷമാണ് ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്നതൊക്കെ. അപ്പോൾ എന്നൊന്നും എന്നെ അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗ്രേറ്റ് ആക്ടർ നമ്മളെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് അദ്ദേഹം ഈ ജൂറിയിൽ ഇവിടെ എങ്ങനെ എത്തിയെന്നാണ് ഞാൻ നിശ്ചയിച്ചു പോയത്. അപ്പം അതൊരു വലിയ ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം വലിയൊരു അംഗീകാരമാണ്. ആദ്യമായി കിട്ടുന്നൊരു അവാർഡിൽ വേറൊരു ഗ്രേറ്റ് ആക്ടർ അശോക് കുമാർജിയെ പോലെ, അദ്ദേഹത്തിനെ പോലെ ഒരാൾ പറയുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ് ധാരാളം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല, ഞാൻ വരുന്ന സമയത്ത് മുതിർന്ന ഒരുപാട് പേര്, നസീർ സാറായാലോ, ശിവാജി ഗണേശൻ, അല്ലെങ്കിൽ നാഗേശ്വർ റാവു സാർ, അമിതാഭ് ബച്ചൻ, രാജ്കുമാർ, ഒരുപാട് പേരുടെ കൂടെ നമുക്ക് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കൊട്ടാരക്കര, SP പിള്ള, അങ്ങനെ ഒരുപാട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹവും ബ്ലെസ്സിങ്ങും ഒക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം ഇത്രയും കാലം ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നത്. മോഹൻലാൽ എന്ന നടൻ ഓൾറെഡി അക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ടി.പി. ബാലഗോപാലൻ എം.എ., പിന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, ഇതൊക്കെ വന്നതോടുകൂടി മോഹൻലാൽ എന്നുള്ളൊരു നടൻ തിയേറ്ററിൽ നിന്ന് മലയാളികളുടെ ഹൃദയത്തിലേക്കും വീട്ടിലേക്കും കുടിയേറുകയാണ്. ഒന്ന്. രണ്ട്, മലയാളിയെ ഡിഫൈൻ ചെയ്യാണ് ഈ കോമ്പിനേഷൻ. ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, മോഹൻലാൽ. ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണോ അതോ സംഭവിച്ചു പോയതാണോ? ആ ചിരി, ആ ചമ്മൽ, എഡ്യൂക്കേറ്റഡ് യൂത്ത്, തൊഴിലില്ല, അതിൻ്റെ ഒരു അപകർഷതാബോധം, ആ പീരീഡിൽ മാത്രമേ അത് സംഭവിക്കേണ്ടതാണ്. അത് അറിയാതെ സംഭവിച്ചായിരിക്കാം. പിന്നെ തീർച്ചയായിട്ടും സത്യേട്ടൻ്റെയും ശ്രീനിവാസൻ്റെയാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. കാര്യം അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ അത് കഥകളൊന്നും പറയാറില്ല, സ്ക്രിപ്റ്റൊക്കെ എഴുതാറില്ല. അപ്പോൾ അവർ സംസാരിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ കാലത്ത് അന്ന് തൊഴിലില്ലായ്മയുണ്ട്, ഇതുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഒരു കോമൺ മാൻ ഫീൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവരത് ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിലേക്ക് പ്ലാൻ ചെയ്യായിരുന്നു. ആ ഭാഗ്യത്തിന് അത് 3 പേരും കൂടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സക്സസ്ഫുള്ളായി മാറി. ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഈ സിനിമയുടെ ബലത്തിൽ തന്നെയാണ്, പഴയ സിനിമകളുടെ ബലത്തിൽ തന്നെയാണ് ഒരു ആക്ടർ. അതായിരുന്നു ഞങ്ങളുടെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതേ സമയത്ത് പത്മരാജൻ്റെയോ അല്ലെങ്കിൽ ഭരതേട്ടൻ്റെയോ വി ശശിയുടെയോ ഒക്കെ, അരവിന്ദൻ, അങ്ങനെ ഒരുപാട് വലിയ ആൾക്കാരുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. അവരുടെ കഥ, MT സാർ അല്ലെ, വലിയൊരു മേജർ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊരു ആക്ടറുടെ, അന്ന് ഞാൻ പറഞ്ഞൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു ഭാഗ്യമാണ് ഒരു ആക്ടർ കിട്ടുന്നത്. അത് പുതിയ ആക്ടേഴ്സിനും കിട്ടട്ടെ എന്ന് പറയാം. കാര്യം അതുപോലെ റൈറ്റേഴ്സ് ഉണ്ടാവണം. പിന്നെ ആ സമയമല്ലല്ലോ, കാലങ്ങൾ മാറി. ഇപ്പം ടി.പി. ബാലഗോപാലൻ എന്നൊരു സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇമോഷൻസൊക്കെ അതാണ്.
അതിൻ്റെ പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റും. ഇമോഷൻസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കുമല്ലോ. ഒരാളുടെ സങ്കടവും ദുഃഖവും പിന്നെ സന്തോഷമൊക്കെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. ആ സിറ്റുവേഷൻസ് മാറും. ആ സമയത്ത് അത്തരം സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം. ഇപ്പോൾ എമ്പുരാൻ, തുടരും, ഹിറ്റ്, ഫ്ലോപ്പ്, ഹിറ്റ്, ഇത് ബാധിക്കാറുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് വളരെ അങ്ങനെ കൺസേൺഡ് അല്ല. കാര്യം ഒരുപാട് ഫ്ലോപ്പ് സിനിമകളുണ്ടായിട്ടുണ്ട്, അതിൽ സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊരു ആക്ടർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും വലിയ ഇവിടുത്തെ അല്ലേ ഹോളിവുഡിലെ ഏറ്റവും വലിയ ഫിലിംസൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എത്രയോ ആക്ടേഴ്സിൻ്റെ. ഇവിടെയും ഹിന്ദി സിനിമയായാലും തമിഴ് സിനിമ ഹ്യൂജ് ഫിലിംസ്. പക്ഷെ നമുക്ക് തോന്നാത്തത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. മറ്റവരൊരു സിനിമ ചെയ്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ബാധിക്കപ്പെടാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സിനിമ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ റിലീസാകുന്നത്. ആ സിനിമ മോശമായെന്ന് പറഞ്ഞാലും എന്നെ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാത്ത ഞാൻ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഞാൻ എന്നെ കൂടുതൽ വിശകലനം ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു പ്രത്യേകമായ സന്തോഷം, ഒരു മൊമെൻ്ററിയാണ്. ആ സിനിമ മോശമാകുമെന്ന് പറയുമ്പോൾ അയ്യോ എന്ന്, അത് ഏത് സിനിമ മോശമായാലും നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. സിനിമ മോശമായത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം മുതൽ ആലോചിക്കണം. ആ സിനിമ എങ്ങനെ ഉണ്ടായി, ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് മോശമായെന്ന് പറഞ്ഞൊരു വിശകലനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആക്ടറുടെ പോർഷൻ വളരെ കുറവായിരിക്കും. ഇപ്പം ഒരാൾ പറയണം മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക അല്ലെങ്കിൽ ഇങ്ങനെ സോക്കോൾഡ് ആക്ടേഴ്സ് അഭിനയിച്ചുകൊണ്ട് ആ സിനിമ മോശമായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ടോട്ടാലിറ്റിയിലാണ് ആ സിനിമ മോശമായിപ്പോകുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലായിരിക്കും, അല്ല അതിൻ്റെ ഡയറക്ഷൻ. എന്തിനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് ചോദിക്കാം, അല്ലാതെ ഇത്ര മോശമായിട്ട് എന്തിനു അഭിനയിച്ചെന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് സിനിമയായാലും അങ്ങനെ മോശമായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കില്ല. സിനിമയുടെ ടോട്ടാലിറ്റിയിലാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷെ അതിൽ ആരോപിക്കപ്പെടുന്ന ചിലപ്പോൾ ഡയറക്ടറിലേക്ക് പോകും, പക്ഷെ കൂടുതലും ആക്ടേഴ്സിലായിട്ടാണ് വരുന്നത്. കാര്യം അയാളാണത് ഈ ഇന്ത്യൻ സിസ്റ്റത്തിൽ ആക്ടർ എന്ന് പറയുന്നതാണ് കൂടുതൽ വെളിയിലേക്ക് വരുന്നത്. പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു ഹോളിവുഡിലൊക്കെ ഡയറക്ടേഴ്സ് ഫിലിമായിരിക്കാം. ഡയറക്ടറിനെ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എത്രയോ വലിയ ആക്ടേഴ്സിനെ കുറിച്ച് ആൾക്കാർ ഈ സിനിമ എന്തിനാണ് അയാൾ ചെയ്തതെന്നൊക്കെ ചോദിക്കാം. അത് ഒരു ഫേസ് ഓഫ്, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആക്ടറിനും സാധിക്കില്ല. ഫ്ലോപ്പുകളുണ്ടാവും, ഹിറ്റുകളുണ്ടാവും. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അതുകൊണ്ട് അടുത്ത സിനിമ കറക്റ്റ് ആവുന്നു, ഞാൻ ഇതുകൊണ്ട് ഇനി സൂക്ഷിച്ച സിനിമകൾ ചെയ്യാം, അങ്ങനെയല്ല. അതിൻ്റെ ആ ഒരു റെസിപ്പി ആർക്കും അറിഞ്ഞുകൂടാ. ആ സക്സസ് ഒരു മാജിക്കൽ റെസിപ്പിയാണ്. ഏതെങ്കിലും രീതിയിൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഇത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കില്ല ചിലപ്പോൾ സിനിമ അവസാനിക്കുമ്പോൾ. അപ്പോൾ അതിൽ ഒരുപാട് ഒരു സിനിമ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടൊന്നും അല്ല സിനിമകൾ ചെയ്യുന്നത്. പലപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതൊക്കെ മാറി. പിന്നെ ഇതിൻ്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ. അവർക്കൊക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ ഡയറക്ടറുമായിട്ടുള്ളൊരു കോർഡിനേഷൻ. ചിലപ്പം ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഡയറക്ടറുടെ കയ്യിലേക്ക് അങ്ങ് മാറുകയാണ്. അതിലോട് സംസാരിക്കാൻ പേടി, അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്കൊരു പ്രോഡക്റ്റിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പറയണം, അത് മനസ്സിലാക്കണം. അത് പറയാത്ത സിനിമകൾക്കൊക്കെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. ബേസിക്കലി അപ്പം അതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കം മുതലേ അതിനെ ശ്രദ്ധിച്ചാൽ പറ്റും. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻസൊക്കെ നമ്മൾ അങ്ങനെ നോക്കാറുണ്ട്. എല്ലാ പ്രൊഡക്ഷനിലും കയറി ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ നമ്മുടെ സിനിമകളിലേക്ക് മാത്രം മാറിയിട്ട് അതിൻ്റെ അങ്ങനെ ചെയ്യണം. പക്ഷേ ബാക്കി സിനിമകളിൽ ഒരു പരിധി വരെ കൈ കടത്താൻ സാധിക്കുന്നിടത്ത് കൈ കടത്താനും പാടുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി സിനിമകൾ നടക്കണം. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ആത്മീയ ടച്ച് ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കട്ടെ. അയാളെ ഞാൻ അടുത്തിടെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, രാമാനന്ദനോട് ഞാൻ ചോദിച്ചു ആരാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആത്മീയ യാത്രയിലെ ഒരു കൂട്ടുകാരൻ, അതിനപ്പുറമൊന്നുമല്ല. ഇതെനിക്കൊരു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചിട്ടില്ല. ഞാൻ കാശിയിൽ വരുന്നുണ്ട്, നമുക്ക് വിമാനത്തിൽ വെച്ച് കാണാം, ആകാശത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആകാശത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഒരു കാശി യാത്രയിൽ തുടങ്ങിയ ബന്ധമാണ്. തുടർന്ന് അങ്ങോട്ട് ഒട്ടേറെ യാത്രകളിൽ ഈ ട്രാവൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയ യാത്രയിലെ ഒരു ഗൈഡാണ്, അതോ സഹസഞ്ചാരിയാണ്, കൂട്ടുകാരനാണ്?
അങ്ങനെ ചോദിച്ചാൽ ലാലേട്ടന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം, എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം, നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്യും, അങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ കാമാക്കിയ അങ്ങനെ പല സ്ഥലത്തും പോയത്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് കമ്പയർ ചെയ്യുന്ന ഒരു യാത്രികനല്ല ഞാൻ. കാരണം അദ്ദേഹം യാത്ര ചെയ്ത അത്രയൊന്നും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോകാൻ താല്പര്യം കാണിക്കുമ്പോൾ അദ്ദേഹവും നമ്മൾ ഒരുമിച്ച് ഒരേപോലെ താല്പര്യം കാണിക്കുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ യാത്രയിലൊരു കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. ആരാണ് ലാലേട്ടൻ രാമാനന്ദ്? അതുപോലെ തന്നെയാണ് ഞാൻ കണ്ടതിൽ വളരെ എനിക്ക് നമുക്കങ്ങനെയാണല്ലോ നമ്മുടെ ചിന്താഗതികളും നമുക്കിഷ്ടമുള്ള വിഷയങ്ങളും അതിലൊക്കെ സംസാരിക്കാനും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരാൾ. അങ്ങനെ അപൂർവമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രിക്കകത്ത് അത്തരം ആൾക്കാർ ഉണ്ടാകാം. അവരായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ടാവില്ല. ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സിനിമയിലുണ്ട്. നമുക്കാരാണെന്ന് അറിയില്ല, ഒരുപക്ഷെ അവർ ഓപ്പൺ അപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ രാമാനന്ദിനെ ഞാൻ മീറ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, എന്നെപ്പറ്റി ഉണ്ടാവാം, അയാളെപ്പറ്റി ഉണ്ടാവും, അത് വേറെ കാര്യം. എനിക്ക് അയാൾ പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം, ഇപ്പോൾ ഓഷോ എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മുടെ ഒരുപാട് പിന്നെ ഇന്നർ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്കുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാൾക്കുള്ള ചില അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് കൊള്ളാമല്ലോ എൻ്റെ അതേ അഭിപ്രായമാണെന്നൊക്കെ തോന്നുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കുറച്ച് കൂടുതൽ പഠനം നടത്തുന്ന ആൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വലിയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ജേണി ലൈഫിൽ നമുക്ക് കൂടെ കൂട്ടാവുന്ന ഒരാൾ. നമുക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം. സിനിമകളെക്കുറിച്ച് സംസാരിക്കാം, പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാം, ഇതുപോലെ സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ പല അപൂർവ ആൾക്കാരെ കിട്ടുള്ളൂ. അങ്ങനെ കണ്ടുമുട്ടിയ ഒരാൾ, അത്രയും. അങ്ങിപ്പോൾ പറഞ്ഞു പലതും പറയുന്നുണ്ടാകും എന്നുള്ള പറഞ്ഞു. പക്ഷേ ഈ ഒരു പരിചയമില്ലാത്തവർ, നമ്മളെ അറിയാത്തവർ, കാര്യമറിയാത്തവർ നേരെ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് അസഭ്യമടക്കം ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചോ ദുർവ്യാഖ്യാനിച്ചോ ചെയ്തതോ ചെയ്യാത്തതോ അറിഞ്ഞതോ അറിയാത്തതോ കാര്യങ്ങൾ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യാതെ അങ്ങ് വിടുന്നുവോ അത് എഫക്റ്റ് ചെയ്തോ? അതിനൊരു 90% ഞാൻ അറിയാറില്ല, ഞാൻ വായിക്കാറില്ല. അതാണ് സത്യം. പിന്നെ അതിൽ അതിൻ്റെ അകത്ത് ആൻസറുണ്ട്. ഇതിൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യം, സത്യമല്ലാത്തൊരു കാര്യം, അങ്ങനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പുറകെ എന്തിനാണ് പോണേ? അപ്പോൾ അത് ഞാനല്ല, അത് പ്രൂവ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ അത് വേറെ തരത്തിലേക്ക് പോകും. അതിനേക്കാൾ നല്ല ഇപ്പോൾ ഒരാൾ പറയുന്നത് അങ്ങനെ ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞു, നന്നായിരിക്കട്ടെ, ആരാ പറഞ്ഞേ? അപ്പോൾ ഒരാളുടെ പേര് പറയും, എപ്പോൾ പറഞ്ഞു? എന്നാലും ഞാൻ അയാളെ വിളിച്ച് ചോദിക്കാം, ഫോൺ ചെയ്യുമ്പോൾ അയാൾ പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അല്ല നിങ്ങൾ പറഞ്ഞിട്ട് വേറൊരാൾ. അതൊരു വലിയ നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ ആവശ്യമില്ല അതിന് വേണ്ടി പോകും, എത്രയോ എനർജി അതിന് വേണ്ടി പോകും. പറയാനുള്ളവർ പറഞ്ഞോട്ടെ. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് വായിക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവും, കുറേ പേര് തെറ്റിദ്ധരിക്കും, കുറച്ച് പേര് അങ്ങോട്ട് പറയാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമ്മളെപ്പറ്റി ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ മാത്രം അതിൻ്റെ പുറകെ പോയാൽ മതി, എല്ലാത്തിൻ്റെ പുറകെ പോകുന്നതിന് അല്ലേ അത്രയും സമയം വേറെ എത്രയോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് നല്ലതും ആണ് ചീത്തയാണ്. അതിന് നന്മ തിന്മകളെക്കുറിച്ചല്ല, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും അയച്ചു തരുന്ന ആളോട് ചോദിക്കും, നിങ്ങൾക്കിത് എനിക്കെന്തിനാ അയക്കുന്നത്, നിങ്ങൾക്കിത് വായിച്ചിട്ട് എനിക്കിത് താല്പര്യമില്ല. പക്ഷേ ചിലപ്പോൾ ഇത് ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ടാവും. ചില ആൾക്കാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒക്കെ സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യല്ല, അപ്പോൾ ചില ജിജ്ഞാസകളുണ്ടാവും, ചില അറിയാനുള്ള. പക്ഷെ അത് അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകെ പിന്നെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറ്. ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ആശീർവാദ് സിനിമാസിൻ്റെ എക്സ് ഹാൻഡിലെ പോസ്റ്റാണ്, ഗുഡ് തിങ്സ് ടേക്ക് ടൈം ഇൻ മേക്കിംഗ്, ദിസ് വൺ ഇസ് ഗോയിങ് ടു ബി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് റിയൽ സീൻസിൽ. അതുപോലെ പാട്ടിലൊരു ഓണം ടച്ച്, അപ്പോൾ ഒരു ഓണമാണ്. അത് കഴിഞ്ഞ് പാട്ടുകാരൻ പുതിയ ആൾക്കാരാണ് പാടിയിരിക്കുന്നത്. അവരൊക്കെ അല്ല അത്തരം പ്രത്യേകതകൾ ആ സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം സക്സസ് ആകട്ടെ, അത്രേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയല്ലേ സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിദ്ധിൻ്റെ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ശബ്ദമാണ്, ഒരു പ്രത്യേക ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയിൽ കൊണ്ട് പാടിപ്പിക്കുന്നു. അപ്പോൾ അത്
എല്ലാവരും എനിക്ക് എസ് പി സാറിൻ്റെ മകൻ പാടിയിട്ടുണ്ട്. നവനീത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ US-ലുള്ളൊരു പയ്യനാണ്. അപ്പോൾ പുതിയ ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു. പുതിയ ശബ്ദങ്ങളാണ്. നമുക്ക് കേൾക്കുമ്പോഴും ഒരു പ്രത്യേകത തോന്നാവുന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ലൊക്കേഷൻസ് പ്രത്യേകതയാണ്, അതിൻ്റെ കഥയിൽ പ്രത്യേകതയുണ്ട്, അഭിനയത്തിൽ മാത്രം പ്രത്യേകതയൊന്നുമില്ല. സെയിം ഓൾഡ് മോഹൻലാൽ അതല്ല, പക്ഷെ അത് നിങ്ങൾ കണ്ടു നോക്കൂ. എന്തെങ്കിലും ഓർമ്മകൾ സ്പെഷ്യൽ, ഞാൻ കഥ പറയാനല്ല പറയുന്നത്, വീണ്ടും അത്തരം മണ്ടത്തരമല്ല പറയുന്നത്, പക്ഷേ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും. സത്യേൻ്റെയൊക്കെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഇപ്പോൾ പ്രിയദർശൻ്റെയൊക്കെ ഞങ്ങളൊരു പിക്നിക്ക് പോലെയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കതൊരു വളരെ എന്താ പറയണ്ടേ, അതൊരു ഷൂട്ടിംഗ് ആണെന്നേ തോന്നില്ല. ഞങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ആ സിനിമ എൻജോയ് ചെയ്യുന്നത്. നമ്മൾ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പറച്ചിലിനിടയിൽ സമയം കിട്ടുമ്പോൾ പോയി ഷൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും നടക്കും. അത്തരത്തിലൊരു വളരെ രസകരമായ ഷൂട്ടിങ്ങാണ്. എല്ലാ ഷൂട്ടിങ്ങും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. സത്യേട്ടനൊക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധവും പിന്നെ അദ്ദേഹം ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ഉണ്ടല്ലോ, അത് അവരെയും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യും. ഇപ്പോൾ ഒന്നാമത് അതിൽ ഭാഷ അറിഞ്ഞുകൂടാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ. മാളവികയൊക്കെ വളരെ ആ സ്ലാങ്, അവർക്ക് വേറെ സ്ലാങ്ങാണ് വരുന്നത്. ഒരു ടേക്കോ 2 5 10 ടേക്കായാലൊന്നും നമുക്കതിലൊരു ചില ഇറിറ്റേറ്റഡ് ഒന്നും ആവില്ല ആരും, ഞാനായാലോ അല്ല സത്യേട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതൊരു മേക്കിങ്ങിൽ ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ്. അപ്പം എവറി ഡേ എവറി സീൻ നമ്മൾ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. അത്തരം ആസ്വദിച്ച് ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും മോശമാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് കണ്ടപ്പോൾ നമ്മൾ കീർത്തിയെക്കുറിച്ച് സംസാരിച്ചു, കല്യാണിയെക്കുറിച്ച് സംസാരിച്ചു, പ്രണവിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ വിസ്മയ അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്നുണ്ട്, എനിക്കൊന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നതായിരിക്കാം. ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് പാടില്ലെന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എന്താണ്, ഷീസ് ഡൂയിങ് ഒരു മൊയ്ത്തായി എന്ന് പറഞ്ഞൊരു മാർഷ്യൽ ആർട്ടിനെയാണ്. അപ്പോൾ അത്തരത്തിൽ ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നമുക്ക് കിട്ടി. പിന്നെ ഞങ്ങൾക്കത് ചെയ്യാനുള്ള, ഞങ്ങൾക്ക് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസുണ്ട്, ഞങ്ങൾക്ക് എൻ്റെ പാരഫെർനേലിയ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു സിനിമ അവരും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയും അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ അല്ലേ, അത് ആ സിനിമ റിലീസാകണം, അത് എന്താണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അവർക്ക് താല്പര്യമുണ്ടോ അടുത്ത സിനിമ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷനായിട്ടൊന്നും സ്വീകരിച്ചില്ല. ഇപ്പം ഈ പറയുന്ന കുട്ടികളൊന്നും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ടവരല്ല. പ്രണവായാലും കല്യാണിയായാലും കീർത്തിയായാലും നമ്മൾ വിളിച്ച് പ്രിയനൊക്കെ പറഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത്, ഈവൻ അപ്പു പോലും. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ചെയ്തിട്ട്, അവർക്ക് നമ്മളുടെ ചിന്താഗതിയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടം, അതിന് നീ പ്രാപ്തനാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യൂ. അപ്പോൾ ഹൃദയപൂർവ്വം അങ്ങ് പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൊന്നായിരിക്കട്ടെ. പിന്നെ ജനം TV പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ ടീം ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് ഓണാശംസകൾ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. ജനം TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.